സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ. ഇന്ന് മെയ് ദിനം. ഇടവേളയില്ലാതെ 20 മണിക്കൂർ ജോലിയും തുച്ഛമായ വേതനവും എന്ന ദുരിത ജീവിതത്തിൽ നിന്ന് കരകയറാൻ തൊഴിലാളികൾ സംഘടിച്ചതിൻ്റെ ഓർമ്മ പുതുക്കൽ. 1886 ചിക്കാഗോയിൽ കൊല്ലപ്പെട്ട തൊഴിലാളികൾക്കായി അധ്വാനിക്കുന്നവരുടെ റെഡ് സല്യൂട്ട്. ആയിരത്തി 1904 ആംസ്റ്റർഡാമിൽ വെച്ച് ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിന്റെ ഒരു വാർഷിക യോഗം നടന്നു. ഈ യോഗത്തിലാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന പ്രഖ്യാപനമുണ്ടായത്. പക്ഷേ ആ അവകാശം തൊഴിലാളികൾ ചോര ചിന്തിയാണ് നേടിയെടുത്തത്. മദിരാശിയിലെ മറീന കടൽക്കരയിൽ ഒരു നൂറ്റാണ്ടിന്റെ പോരാട്ട ചരിത്രം പേറുന്ന ഒരു ശില്പമുണ്ട്, ഉഴൈപ്പാളർ ശിലെ. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി വർഗ മുന്നേറ്റ പോരാട്ടങ്ങളുടെ ഭാഗമായി ചെങ്കൊടിയേറുന്ന ഇടം. അതിന് നേതൃത്വം നൽകിയത് സ്വാതന്ത്ര്യ സമര സേനാനിയും ജാതിവിരുദ്ധ പോരാട്ടങ്ങളുടെ മുൻനിര പോരാളിയുമായിരുന്ന ശിങ്കാരവേലർ എന്ന ശിങ്കാരവേലു ചെട്ടിയാർ. രാജ്യത്തെ തൊഴിലാളികളോട് സംഘടിക്കാൻ ആഹ്വാനം ചെയ്ത ട്രേഡ് യൂണിയനിസ്റ്റ്, വിവിധ ഭാഷകളിൽ പരിജ്ഞാനമുള്ള സംഘാടകൻ. റഷ്യൻ ഭാഷയും വശമുണ്ടായിരുന്ന ശിങ്കാരവേലരെ ലെനിൻ നയിച്ച റഷ്യൻ വിപ്ലവവും ഏറെ സ്വാധീനിച്ചു. അതാവാം 1918 ഇന്ത്യയിൽ ആദ്യമായി ഒരു തൊഴിലാളി സംഘടന മദിരാശിയിൽ രൂപീകരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും. ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുണ്ടായിരുന്ന ബക്കിംഗ്ഹാം ആൻഡ് കർണാട്ടിക് മില്ലിൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ രൂപം കൊണ്ടു, മദ്രാസ് ലേബർ യൂണിയൻ. ഇന്ത്യയിലെ ആദ്യ ട്രേഡ് യൂണിയന്റെ പ്രസിഡന്റായി ശിങ്കാരവേലു ചെട്ടിയാരും. തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി ഭരണകൂടാധികാരം പിടിച്ചെടുക്കാൻ ശിങ്കാരവേലർക്ക് പദ്ധതി ഉണ്ടായിരുന്നില്ല. സോഷ്യലിസ്റ്റ് മാർക്സിയൻ സിദ്ധാന്തങ്ങളെ മുറുകെ പിടിച്ച് തൊഴിലാളികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. മുതലാളിത്ത ചൂഷണത്തിനെതിരെ തമിഴ്നാട്ടിലുടനീളം അദ്ദേഹം യാത്രകൾ നടത്തി, പ്രചാരണം നടത്തി. വിവിധ ഭാഗങ്ങളിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചു. നിരവധി ട്രേഡ് യൂണിയനുകൾ സ്ഥാപിച്ചു. ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന കർഷക തൊഴിലാളി പാർട്ടി രൂപീകരിച്ചു. ചൂഷണത്തിൽ നിന്ന് മുക്തരാവാൻ സംഘടിക്കുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന് മറീന കടൽക്കരയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ 1923 മെയ് 1 ഇന്ത്യയിലെ തൊഴിലാളി വർഗ പോരാട്ടങ്ങളുടെ ആദ്യ ചുവട്. മകൾ കമലയുടെ സാരിയിൽ നിന്നും ചീന്തിയെടുത്ത ചുവന്ന തുണി തയ്പ്പിച്ച് ശിങ്കാരവേലു ചെട്ടിയാർ ചെങ്കൊടി ഉയർത്തി. ഇന്ത്യയിൽ ഉയർന്ന ഒന്നാമത്തെ ചെങ്കൊടി. അവകാശ പോരാട്ടങ്ങളുടെ ഔജ്ജ്വല ഓർമ്മയെ സ്വതന്ത്ര ഇന്ത്യ ഇങ്ങനെ അടയാളപ്പെടുത്തി. കാമരാജ് സർക്കാരിന്റെ കാലത്ത് 1959 ശിങ്കാരവേലർ ചെങ്കൊടി ഉയർത്തിയ അതേ സ്ഥലത്ത് മറീന കടൽക്കരയിൽ ഉഴൈപ്പാളർ ശില ഉയർന്നു. വിഖ്യാത ശില്പി പത്മഭൂഷൺ ദേവി പ്രസാദ് റോയ് ചൗധരിയുടെ മാസ്റ്റർ പീസ്, അധ്വാനിക്കുന്ന ഇന്ത്യൻ തൊഴിലാളിയുടെ പ്രതീകം. ഉത്തോലകങ്ങൾ കൊണ്ട് കടുംപാറ ഉരുട്ടി നീക്കുന്ന 4 തൊഴിലാളികൾ. ഇന്നും ചെന്നൈയിലെ മെയ്ദിന റാലികൾ മറീനയിലെ അധ്വാന ശില്പത്തിൽ നിന്ന് ആരംഭിക്കുന്നു.